ആ രാത്രി നല്ല മഴയായിരുന്നു. ബംഗ്ലാവിൻ്റെ പഴയ മരവാതിലുകൾ കാറ്റിൽ പതുക്കെ തുറന്നടഞ്ഞുകൊണ്ടിരുന്നു. പുറത്തേക്ക് മുഴുവൻ കാടും മൂടൽ മഞ്ഞിൽ മറഞ്ഞിരുന്നു. ആദിൽ മെല്ലെ കതക് തുറന്നു. അവരെ വരവേറ്റ കാഴ്ച ഭയാനകവും ഞെട്ടിപ്പിക്കുന്നതുമായിരുന്നു. അവരുടെ കൂടെ വന്ന മറ്റാരെയും ഇവർക്ക് ആ ബംഗ്ലാവിൽ കാണാൻ സാധിച്ചില്ല. ഇവർ 5 പേരല്ലാതെ ആ ബംഗ്ലാവിൽ ഒരു മനുഷ്യൻ്റെ കുഞ്ഞില്ല. മീരയ്ക്ക് പേടിയാകാൻ തുടങ്ങി. എല്ലാവരും കോണിപ്പടികൾ ഇറങ്ങി വീണ്ടും ആ വലിയ ഹാളിൽ ഒത്തുകൂടി. മീരയ്ക്കും ആദിലിനും അർജുനും എന്തോ അസ്വാഭാവികത നേരത്തെ തോന്നിയതായിരുന്നു. അർജുൻ അവൻ്റെ വാച്ചിൽ വെറുതെ സമയം നോക്കി. സമയം 12:13. പെട്ടെന്ന് ബംഗ്ലാവിലെ എല്ലാ ലൈറ്റുകളും ഓഫായി. ഒരു നിമിഷം മുഴുവൻ ഇരുട്ട്. മീര, എല്ലാവരും ഇതെവിടെ പോയി? പെട്ടെന്ന് മുകളിലത്തെ നിലയിൽ നിന്നും ഒരു കുഞ്ഞിൻ്റെ ചിരി കേട്ടോ? മീര പതുക്കെ ചോദിച്ചു. ആദിൽ മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. പെട്ടെന്ന് പടിക്കലിൻ്റെ മുകളിലായി വെള്ള വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി. മുഖം വ്യക്തമായില്ല. ആദിൽ അവൻ്റെ കയ്യിലുള്ള ക്യാമറ ഫർഹാനിന് കൊടുത്തു. അവനത് ഫോക്കസ് ചെയ്തും സൂം ചെയ്തും നോക്കി. പക്ഷേ സ്ക്രീനിൽ ഒന്നും കാണുന്നില്ല. അവൻ ക്യാമറ താഴ്ത്തിയപ്പോൾ ആ പെൺകുട്ടി ഒരു പടി താഴേക്ക് ഇറങ്ങി വന്നിരുന്നു. ഗൈസ്, പ്രാങ്കാണോ ഇത്? അർജുൻ അലറിക്കൊണ്ട് ആരോടോ എന്നായി ചോദിച്ചു. അപ്പോൾ തന്നെ മുകളിലെ ഒരു മുറിയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ അടഞ്ഞു. ബംഗ്ലാവിൻ്റെ ചുവരുകളിൽ തൂങ്ങിയിരുന്ന പഴയ ചിത്രങ്ങൾ ഒന്നൊന്നായി താഴേക്ക് വീഴാൻ തുടങ്ങി. ജാസ്മിൻ പേടിച്ചു കരയാൻ തുടങ്ങി. നമുക്കിവിടെ നിന്നും പോകാം. അവരവിടെ നിന്നും ഓടി വാതിൽ തുറക്കാൻ നോക്കി. പക്ഷേ മെയിൻ ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് ലോക്കായിരുന്നു. പുറത്തുനിന്നും ആരോ ചങ്ങലയിട്ട പോലെ. അവരുടെ ഫോണുകൾക്ക് സിഗ്നലില്ല. വൈഫൈ ഡെഡ്. കാറ്റിൻ്റെ ശബ്ദത്തിനിടയിൽ മുകളിൽ നിന്ന് വീണ്ടും ആ കുഞ്ഞിൻ്റെ ചിരി കേട്ടു. അതിൽ ധൈര്യം സംഭരിച്ചു പറഞ്ഞു, നമ്മളെല്ലാവരും കൂടി മുകളിലേക്ക് പോയി നോക്കാം. അങ്ങനെ അവർ പടികൾ കയറി മുകളിലേക്ക് എത്തി. അവിടെ ചുമരുകളിൽ പഴയ ബ്രിട്ടീഷ് കുടുംബത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് തൂങ്ങിയിരുന്നു. അതിലൊരു ഫോട്ടോയിൽ അവർ താഴെ ഹാളിൽ കണ്ട അതേ പെൺകുട്ടി. ഫോട്ടോയുടെ അടിയിൽ എഴുതിയിരിക്കുന്നത് എമിലി വാരൻ, ഡൈഡ് ഇൻ 1943. അത് വായിച്ച നിമിഷം അവസാനത്തെ മുറി പതുക്കെ തുറന്നു. അകത്തുനിന്ന് ഒരു ശബ്ദം, പ്ലീസ് ഹെൽപ്പ് മീ. അവർക്ക് എല്ലാം പരസ്പരം നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. കാരണം ആ ശബ്ദം മീരയുടെ ശബ്ദം പോലെയായിരുന്നു. മീരയുടെ ശബ്ദം പോലെ തോന്നിയ ആ വിളി കേട്ട് എല്ലാവരും ഞെട്ടി. മീര പിന്നിലേക്ക് നീങ്ങി. ഞാനല്ലാതെ, അവൾ വിറച്ചു പറഞ്ഞു. ആദിൽ ധൈര്യം കൂട്ടി ആ മുറിയുടെ വാതിൽ പതുക്കെ തുറന്നു. അകത്ത് മുഴുവൻ പൊടിയും ചിലന്തി വലയും. പക്ഷേ മുറിയുടെ നടുവിൽ ഒരു പഴയ മരക്കസേര മാത്രം. അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഡയറി. ഫർഹാൻ ക്യാമറ ഓൺ ചെയ്ത് അടുത്തേക്ക് പോയി. ഡയറിയുടെ പുറത്ത് എഴുതിയിരുന്നത് എമിലി വാരൻ, 1943. ജാസ്മിൻ ഡയറി തുറന്നു. അകത്തെ പേജുകൾ പഴകി മങ്ങിയിരുന്നു. അവൾ വായിക്കാൻ തുടങ്ങി. ഈ ബംഗ്ലാവിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അച്ഛൻ എന്നെ ഈ മുറിയിൽ പൂട്ടിയിരിക്കുന്നു. ആരെങ്കിലും എന്നെ കണ്ടെത്തിയാൽ പിന്നിലെ കിണറിനടിയിലേക്ക് നോക്കുക. പെട്ടെന്ന് മുറിയുടെ വാതിൽ സ്വയം അടഞ്ഞു. ലൈറ്റുകൾ വീണ്ടും മിന്നിമറഞ്ഞു. അതേസമയം കോറിഡോറിൽ നിന്ന് ചെറിയ കാലടികളുടെ ശബ്ദം കേട്ടു. ആ ശബ്ദം മുറിയുടെ മുന്നിൽ വന്ന് നിർത്തി. അർജുൻ ആ ക്യാമറ വാങ്ങി വാതിലിലേക്ക് തിരിച്ചു. ഈ തവണ ക്യാമറ സ്ക്രീനിൽ വ്യക്തമായി ഒരു വ്യക്തി ഉണ്ടായിരുന്നു. മങ്ങിയ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി. അവളുടെ കണ്ണുകൾ മുഴുവൻ കറുപ്പ്, മുഖം നിറയെ കണ്ണീർപ്പാടുകൾ. അവൾ പതുക്കെ കൈ ഉയർത്തി പിന്നിലെ ജനലിലേക്ക് ചൂണ്ടിക്കാട്ടി. അതിൽ ജനൽ തുറന്നു. പുറത്ത് കനത്ത മഴയ്ക്കിടയിൽ ഒരു പഴയ കിണർ. അവരെല്ലാവരും താഴേക്കോടി. ഇവരുടെ കൂടെ വന്ന ആരെയും കാണാനില്ല. മെയിൻ ഡോർ തുറന്നു കിടക്കുന്നു. കിണറിനുള്ളിൽ ഫ്ലാഷ് ലൈറ്റ് അടിച്ചപ്പോൾ അവിടെ പഴകിയ ഒരു സ്കെൽട്ടൺ. അതിൻ്റെ കയ്യിൽ ഒരു സിൽവർ ലോക്കറ്റ്. മീര വിറച്ചു. എമിലി. അതേസമയം ബംഗ്ലാവിൻ്റെ മുകളിലെ ജനലിൽ ആ പെൺകുട്ടി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ അവൾ ചിരിക്കുന്നില്ല. ശാന്തമായി അവരെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ശക്തമായ കാറ്റ് വീശി ലോക്കറ്റ് മീരയുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണ് തുറന്നു. അതിനുള്ളിൽ ഒരു കുടുംബ ഫോട്ടോ.
അവിടെ എമിലിയുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ മുഖം കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. കാരണം ആ മനുഷ്യൻ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന കെയർടേക്കർ ജോസഫിനെ പോലെ തോന്നിയിരുന്നു. അപ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, "നിങ്ങളത് കണ്ടെത്തരുതായിരുന്നു." അവർ തിരിഞ്ഞു നോക്കി. ജോസഫ് മഴയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളുടെ കയ്യിൽ പഴയ ഒരു വിളക്ക്. 1943 എമിലി മരിച്ചതല്ല, ഞാൻ കൊന്നതാ. അയാൾ ചിരിച്ചു. പക്ഷേ ആ ചിരി ഒരു മനുഷ്യൻ്റെ ചിരിയായിരുന്നില്ല. പെട്ടെന്ന് ബംഗ്ലാവിൻ്റെ എല്ലാ ജനാലുകളും ഒരേ സമയം അടഞ്ഞു. കാറ്റ് കൂവിത്തുടങ്ങി. എമിലിയുടെ ആത്മാവ് കിണറിനരികിൽ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കണ്ണുകൾ ഇപ്പോൾ തീ പോലെ ചുവന്നിരുന്നു. ഇപ്പോൾ അവൾക്ക് ഉത്തരം കിട്ടുന്നില്ല. ഒരു നിമിഷം മുഴുവൻ കാട് നിശബ്ദമായി. ശേഷം ജോസഫിൻ്റെ നിലവിളി മാത്രം കാട്ടിൽ മുഴുവൻ മുഴങ്ങി. അടുത്ത ദിവസം രാവിലെ പോലീസ് എത്തിയപ്പോൾ കിണറിനരികിൽ ജോസഫിൻ്റെ വിളക്ക് മാത്രം കിട്ടി. അവനെ പിന്നെ ഒരിക്കലും ആരും കണ്ടിട്ടില്ല. 5 സുഹൃത്തുക്കളും പിന്നെ അവിടെ നിന്നും വിട്ടുപോയി. പക്ഷേ അത്ഭുതം അതായിരുന്നില്ല. ഇവരെ അദൃശ്യശക്തി ഇവിടെ എത്തിച്ച പോലെയായിരുന്നു. കാരണം ഇവരുടെ കോളേജിൽ എല്ലാ സുഹൃത്തുക്കളും അവിടെ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല അവർ സ്റ്റഡി ടൂർ പോകാൻ പോകുന്നതേയുള്ളൂ പോലും. ഇത് തികച്ചും അത്ഭുതകരമായിരുന്നു നമ്മുടെ 5 കൂട്ടർക്കും. പക്ഷേ ആദിലിൻ്റെ ക്യാമറയിൽ അവസാന വീഡിയോ ഇന്നും അവർ ഡിലീറ്റ് ചെയ്തിട്ടില്ല. കാരണം വീഡിയോയുടെ അവസാന 3 സെക്കൻഡിൽ ക്യാമറയുടെ പിന്നിൽ നിന്നും ഒരാൾ ചിരിക്കുന്നുണ്ട്. വെള്ള വസ്ത്രം ധരിച്ച പെൺകുട്ടി. അത് എമിലിയല്ല, പക്ഷേ അത് മീര ആയിരുന്നു.